ഏതൊരു കാര്യത്തിനും ഞങ്ങള് ഇന്ന വഴി സഞ്ചരിക്കും, ഇന്ന കാര്യം ചെയ്യി എന്ന് പറഞ്ഞ് വിജയിച്ച ഒരു ഗ്രേറ്റ് ലീഡറാണ് സ്റ്റാർ എമറാൾഡ് സജു സാറിനെ എല്ലാവരെയും നിറഞ്ഞ കൈയോട് കൂടി ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. പ്ലീസ് വെൽക്കം സാർ, കൺട്രോൾ ദി സ്റ്റേജ്. താങ്ക് യു സുന്ദര സാർ. എന്നാൽ ബിസിനസ് ആണോ? ബിസിനസ് ആണ്. പക്ഷെ ബിസിനസ് പറയുമ്പോഴോ ആളുകൾ തെറ്റിദ്ധരിക്കും. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8, 8 വെച്ചാൽ 16. പിന്നെ 16 അടിയന്തരം ആരൊക്കെ ജോയിൻ ചെയ്ത ആളുകൾ കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് ഇത് ബിസിനസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് എന്താണ് അദ്ദേഹം പറഞ്ഞു, പൈസ വരുന്ന കാര്യം പ്രലോഭിപ്പിച്ച് പറയരുത്. പക്ഷെ പൈസ പറഞ്ഞില്ലെങ്കിൽ ഇതിലെത്ര ആളുണ്ടാവും? അതുകൊണ്ട് TCG ഇനി ഇത്ര നാളല്ല, ആസിന്റെ തലം മാറാൻ പോവാണ്. അതുകൊണ്ടാണ് പൈസ പറയരുത്, ലെവല് പറയരുത്. അത് പറഞ്ഞിട്ടായിരിക്കരുത്. അദ്ദേഹം പറഞ്ഞ ഒരു ഏറ്റവും സൂത്രവാക്യം ഇതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു? നിങ്ങൾക്ക് ആർസിമിൽ ഇപ്പോൾ എന്ത് ലാഭം കിട്ടുന്നു, എന്ത് കിട്ടുന്നു, എന്ത് നേട്ടം ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജനങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി, ജനങ്ങൾക്ക് സേവനമായിട്ട് നിങ്ങൾ ജനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ആർസിമിൽ കിട്ടും, എന്ത് കിട്ടുന്നില്ല, എന്ത് ബുദ്ധിമുട്ടുണ്ട്, എന്ത് നഷ്ടമുണ്ട്, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ നേട്ടത്തിന് വേണ്ടി ഒരു സേവന മനസ്ഥിതിയോടുകൂടി നമ്മൾ ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്ത് നേട്ടം RCM നിങ്ങൾക്ക് തരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടം ഉണ്ടെന്ന് കരുതി RCMൽ നിലനിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് RCMൽ വിജയിക്കാനുള്ള സൂത്രവാക്യം. എൻ്റെ കൂടെ വന്നവരെയും എൻ്റെ കൂടെ വരാനിരിക്കുന്നവരെയും നമ്മുടെ സമൂഹത്തില് ഇന്ന് ദുരിതവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകളെ വിജയിപ്പിക്കാൻ ആരാണോ തീരുമാനം എടുക്കുന്നത് അവന്റെ വിജയം RCMൽ സുനിശ്ചിതം എന്നാണ് TCG പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണി ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാൻ ഞാനൊന്നും ചെയ്യണ്ട. എന്റെ കൂടെ വരുന്നവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചെയ്താൽ മതി. അത് മനസ്സിലാക്കിയാൽ മതി. തയ്യാറാണോ? അവനവന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ മലവെള്ളം പോലെ വരുന്നാണ് TCG പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണം? RCMനെ മനസ്സിലാക്കണം, RCMനെ ഏറ്റെടുക്കണം. ഇത് നന്മയാണെന്ന് മനസ്സിലാക്കണം, ഇതൊരു സേവനമാണെന്ന് മനസ്സിലാക്കണം, ഇതൊരു ദേശ സേവനമാണെന്ന് ആരാണോ മനസ്സിലാക്കുന്നത് അവർക്ക് RCM ബിസിനസ് വിജയിക്കാൻ ഒരു പ്ലാവിൻ തല മറച്ചിടുന്ന പണിയില്ലാതാക്കും. അതിൽ കൂടുതൽ പണിയുണ്ടെങ്കിൽ ഇന്നൊരു കൂലിപ്പണിക്കാരൻ നിങ്ങളുടെ മുന്നില് സ്റ്റാർ എമറാൾഡായിട്ട് നിൽക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ 5ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സുന്ദര സ്റ്റാറുകളായിട്ട് നമ്മുടെ മുന്നിൽ കണ്ടു. ഇനി അനേകം ആളുകൾ കാണാനിരിക്കുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വിജയിക്കുന്ന പ്രസ്ഥാനമല്ല RCM. ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് വിജയിക്കാം. ഉപ്പും മല്ലും മുളകും വീട്ടിലേക്ക് ഉപയോഗിച്ചാൽ ഇതിലൂടെ പൈസ കിട്ടും. എങ്ങനെ കിട്ടും? ഇതിലൂടെ ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ 5000 രൂപയ്ക്ക് മേലെ ചെയ്തപ്പോൾ അത് കിട്ടും. പക്ഷെ വലിയ വലിയ ലെവലുകളിൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറത്ത് നമ്മുടെ ജീവിതകാലം മുഴുവൻ പണിയെടുത്തിട്ട് കിട്ടാത്ത പൈസ ഒരു മാസം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് സുഹൃത്തുക്കളെ RCM. അതുകൊണ്ട് എന്താണോ നമ്മൾ മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, എന്താണോ നമ്മൾ മനസ്സിലാക്കിയത്, അതല്ല RCM. യഥാർത്ഥ RCM TCG പറയുന്നു RCMന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ RCMന്റെ പോക്ക് പിടിക്കാന്ന് മനസ്സിലായില്ല. ആ തലത്തിലാണ് RCM പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ TCGക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എത്ര സമയം എടുക്കും?